രാജരാജവർമ്മ കൂടി നമ്മളോടൊപ്പമുണ്ട്. ശ്രീ രാജരാജവർമ്മ, ഇപ്പോൾ ഇന്ന് പന്തളം കൊട്ടാരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്, വേണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തന്ത്രിസ്ഥാനത്ത് നിന്ന് തന്ത്രിയെ നീക്കാൻ കഴിയും, പിതൃസ്ഥാനീയനാണ് എന്ന അവകാശവാദം നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ അടക്കം അങ്ങനെയല്ല, അദ്ദേഹവും പറഞ്ഞത് പിതൃസ്ഥാനീയനാണ് എന്നതു തന്നെയാണ്, നീക്കാൻ കഴിയില്ല, എംപ്ലോയി അല്ല എന്നാണ് പറഞ്ഞത്. ഇത് വലിയ ചരിത്രമുള്ള ഒരു ക്ഷേത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസവും, നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ വിശ്വാസം ഒരു വഴിക്കും അഡ്മിനിസ്ട്രേഷനും നിയമവും മറ്റൊരു വഴിക്കും പോവുകയാണ്. അങ്ങ് പറയുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു ആധികാരികതയുണ്ടാകും. ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ അഡ്മിനിസ്ട്രേഷനുണ്ട്, ആചാരപരമായ കാര്യങ്ങളുമുണ്ട്. ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ അന്തിമ വാക്കെന്ന് പറയുന്നത് ശബരിമല ക്ഷേത്ര തന്ത്രിയല്ല. അവിടെ ഇന്ന കാര്യങ്ങളെ ചെയ്യാവുന്ന പണ്ട് പ്രാചീന കാലത്ത് തന്നെ ശ്രീ അയ്യപ്പസ്വാമി തന്നെ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ തന്ത്രി മുഖ്യനോ മേൽശാന്തിക്കോ പന്തളം കൊട്ടാരത്തിനോ ദേവസ്വം ബോർഡിനോ ആർക്കും സാധ്യമല്ല. അതിൽ യാതൊരു തർക്കവും വേണ്ട. പിന്നെ രാഹുൽ ഈശ്വരി പറഞ്ഞിട്ട് ഞാൻ ഖണ്ഡിക്കുന്നില്ല. അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് 18-ാം പടിക്ക് മുകളിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ആരാണ് പരിഹരിക്കേണ്ടത്? എല്ലാ കോണിൽ നിന്നും പ്രശ്നങ്ങളോടെ പ്രശ്നം, വിവാദങ്ങളോടെ വിവാദങ്ങൾ. ഏത് വിഭാഗത്തിലും അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം വാസ്തവം പന്തളത്ത് കൊട്ടാരത്തിൽ എല്ലാവരെയും വലിയ ധർമ്മ സങ്കടത്തിലാക്കിയിരിക്കുകയാണ്. ഭക്തജനങ്ങളുണ്ട്, ഇല്ലെന്നല്ല, ഞാൻ ഊണും ഉറക്കവും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങൾക്കും ഏറ്റവും കൂടുതൽ മനോവിഷമങ്ങളും ദാരിദ്ര്യം അനുഭവിച്ചു വരിക്കുന്ന മുഴുവൻ പന്തളം കൊട്ടാരമാണ്. ഇതിൻ്റെ പേരിൽ പൂർത്തെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്തമായിട്ട് ദേവസ്വം മിനിസ്റ്റർക്ക് കത്ത് കൊടുത്തത്. ദേവസ്വം മിനിസ്റ്റർ, അതായത് സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. സർക്കാർ ശബരിമല ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയാണ്. ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ സെക്കുലർ ആയിട്ടുള്ള ഗവൺമെൻറ്റിനോ ആ ഗവൺമെൻറ് നിയോഗിക്കുന്ന ബോർഡ് അംഗങ്ങൾക്കോ യാതൊരു അധികാരങ്ങളുമില്ല. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതൊക്കെ യാതൊരു തടസ്സങ്ങളുമില്ല. ആചാരപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധരുടെ ഒരു അഡ്വൈസറി ബോർഡ് തന്നെ ഉണ്ടാക്കി എടുത്ത് ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ. കാരണം എല്ലാ കാര്യങ്ങൾക്കും തന്ത്രികൾക്ക് നമുക്ക് ഡിപ്പെൻഡ് നിൽക്കാൻ പറ്റില്ല. ആചാരപരമായ കാര്യങ്ങൾ കഴിഞ്ഞ 40 വർഷം കൊണ്ട് അവിടെ ഈ ആചാരപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് ഈ എന്താ പറയുക, ആ പഠിപ്പൊരു വൃണരൂപത്തിലാക്കി, നമുക്കാർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാക്കി. ദേവസ്വം ബോർഡ് എന്ത് ചെയ്താലും സർക്കാർ ഇടപെടില്ല, ദേവസ്വം ബോർഡ് ഉറപ്പുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു നാഥനില്ല കളരി പോലെ ദേവസ്വം ബോർഡ് മാറിയിരിക്കുകയാണ്. മാറുന്ന ദേവസ്വം ബോർഡിനാണ് യാതൊന്നും ചെയ്യാനും സാധ്യതയില്ല. കാരണം അവിടെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ദേവസ്വം ബോർഡ് മെമ്പർമാരെ വരെ നിയന്ത്രിക്കുന്നത് മുഴുവൻ അവിടെ ഇരിക്കുന്ന ജോലിക്കാരുടെ സംഘടനകൾ തന്നെയാണ്. അവർക്ക് വരുമാനം എന്ന ലക്ഷണം മാത്രമേ ഉള്ളൂ. ഈ വരുമാനത്തിൻ്റെ കാര്യങ്ങൾ, ആചാരപരമായ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം. മേൽശാന്തിയുടെയും തന്ത്രിയുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫൈൻ ചെയ്യണം. തന്ത്രിമാർ ആദ്യം ആചാരം സംരക്ഷിക്കാൻ വേണ്ടി ആദ്യം കർമ്മം അവരുടെ ഭാഗത്തു നിന്നുണ്ടാക്കണം. ശബരിമലയിൽ അവരുടെ നിത്യ പ്രസൻസ് തന്നെ ആചാരങ്ങൾക്ക് കീഴ്വഴക്കം ആണോ തെറ്റുണ്ടോ ഇല്ലയെന്ന് അവരുടെ മനസ്സാക്ഷി തന്നെ പറയട്ടെ. പിന്നെ താഴ്മം കുടുംബം എന്ന് പറയുന്നത് അവിടെ കാരാഴ്മ അവകാശം കൊടുത്തിരിക്കുന്ന താഴ്മം കുടുംബത്തിനാണ്, കുടുംബത്തിലൊരു വ്യക്തിക്കല്ല. ആ താഴ്മ കുടുംബത്തിൻ്റെ അവിടെ താന്ത്രിക ചുമതലയുള്ളത് അവിടുത്തെ പ്രായത്തിൽ മൂപ്പസ്ഥാനീയനാണ്. ഈ മൂപ്പസ്ഥാനീയൻ ഒന്നും ഇതിനകത്ത് ഇടപെടുന്നില്ല. ആരാണ് ഇപ്പോൾ മൂപ്പസ്ഥാനീയൻ ഇപ്പോൾ അവിടെ വരുന്നുണ്ടോ എനിക്കറിയില്ല. എന്തുകൊണ്ട് 2019 ദേവപ്രശ്നം നടത്താൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് ദേവസ്വം ബോർഡ് കമ്മിറ്റ്മെൻറ്റ് നടത്തിയതാണ്. യാതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ഇത് ആരാണ് തടസ്സം നിൽക്കുന്നത്? എന്താണ് തടസ്സം നിൽക്കുന്നത്? ഇത് വലിയ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് അങ്ങേക്കും അറിയാവുന്നതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ദേവസ്വം ബെഞ്ചാണ്. അങ്ങ് സർക്കാരിന് കത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ സർക്കാരിന് അതിൽ ഇടപെടുന്നതിൽ പരിധിയുണ്ട്. അപ്പോൾ ദേവസ്വം ബെഞ്ചിലേക്ക് പോയിക്കൂടെ കുടുംബത്തിന്? അല്ല, ഇത് ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ദേവസ്വം ബെഞ്ചിൽ പോകുന്നത് മാത്രമല്ല,
നമ്മുടെ ഒരു കേസിൽ സുപ്രീം കോടതി അവിടെ കിടക്കുന്നുണ്ട്. 2019 ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി വേണമെന്ന സുപ്രീം കോടതി വിധി വന്നു. ആ വിധി അനുസരിച്ചിട്ട് പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് ലെജിസ്ലേഷൻ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ സർക്കാർ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ 2019 മുതൽ 2026 വരെ ഈ ഭാഗത്ത് യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം പറഞ്ഞപ്പോൾ ഇനി വാസ്തവം പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഇടപെടും, തീർച്ചയായിട്ടും കോടതിയിനകത്ത് ഇടപെടും. എന്താണ് കോടതി ഇടപെടാൻ കാര്യം എന്താണ്? കാരണം ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കാൻ ആരുണ്ട് ഇപ്പോഴേ? ദേവസ്വം ബോർഡ് സർക്കാർ ഇടപെടില്ല, പിന്നെ ആരിടപെടണം? കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞ രാഷ്ട്രീയ തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ. ആ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിലവിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നമ്മുടെ ദേവസ്വം മിനിസ്റ്ററുടെ വളരെ മനോവിഷമത്തോടുകൂടി പ്രസ്താവന കേൾക്കാനിടയായി. കാരണം അദ്ദേഹത്തിന് മനോവിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. കാരണം ഒരു കാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡിനും പറ്റുന്നില്ല, കോടതിക്കും പറ്റാത്ത സ്ഥിതിയിലായി. ദേവസ്വം ബോർഡിന് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം അപ്പോഴേ ഒരു എന്താ പറയുക, ടോട്ടലായിട്ട് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അതിന് നേതൃത്വം എടുക്കണമെങ്കിൽ സർക്കാർ ട്രസ്റ്റിയാണ്. പന്തളം കൊട്ടാരത്തിനെ സംബന്ധിച്ച് സർക്കാർ ട്രസ്റ്റിയാണ്. പന്തളം കൊട്ടാരം സർക്കാരിന് കൂടെ നിൽക്കും. കാരണം കാലം മുതൽ സർക്കാരിന് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ഈ പറയുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ കോടതി തന്നെ അതിൽ ഇടപെടേണ്ടി വരും എന്നാണ് ഞാനും കരുതുന്നത്. Debate with Madhu Saji.